ഹായ്. ഞാൻ നടന്ന് ക്ഷീണിച്ചൊക്കെ ഇന്നൊരു സിനിമയൊക്കെ കാണാമെന്നൊക്കെ കരുതി ഒരു ചെറിയ കുളിയൊക്കെ പാസ്സാക്കി കോഫിയും ഒരു ഹോം തിയേറ്റർ സെറ്റൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുമ ചേച്ചി വിളിച്ചിട്ടുണ്ട് ഈസ്റ്റർ കൂടാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ 2-3 കൊളീഗ്സൊക്കെ ഉണ്ട് അവിടെ ചേച്ചിയുടെ അടുത്ത്. സുമ ചേച്ചിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയിലേക്ക് പോയതാണ്. ചേച്ചിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. അപ്പം പോയിട്ട് വരാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ കൂട്ടത്തിൽ വരാനുള്ള കൊളീഗ്സൊന്നും അവരൊന്നും വരുന്നില്ല എന്ന്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സെൻഡ് അടിച്ചു, എനിക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എനിക്ക് കൂട്ടിന് കുറേ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ സുവിചേട്ടനും ഫാമിലി മാത്രമല്ല, അവിടെ പ്രിൻസ് ചേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു. ചേച്ചി ഇല്ലായിരുന്നു, ചേച്ചി നൈറ്റ് പോയിരുന്നു. ചേട്ടനും കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ ടിബിൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ഇടയ്ക്ക് കണ്ണൻ ചേട്ടൻ ജോയിൻ ചെയ്തു. ചേച്ചി ജിജു ചേട്ടൻ അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ചു വിട്ടാൽ ബോറടിക്കുമെന്ന് തോന്നി എൻ്റെ ചിന്താഗതി എല്ലാം പാളിപ്പോയി. എനിക്ക് നല്ല ടൈം പാസ്സായിരുന്നു അവിടെ. എല്ലാവരും ഭയങ്കര വർത്തമാനങ്ങളും ചിരിയും കളിയും എല്ലാം ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ആ ദിവസം. ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേർ ടീംസ്. ഇവരെല്ലാവരും പൊള്ളിയാണ് കേട്ടോ. കുറേ നാളുകളായി ക്യാരംസൊക്കെ ഒന്ന് കളിച്ചിട്ട്. അപ്പം ഇന്ന് ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് കരുതി ഞാനും അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ആ ഫ്ലോയൊക്കെ അങ്ങ് പോയി കേട്ടോ പണ്ടത്തെ. പിന്നെ 4 കളിച്ച് ഞാൻ. സിബിച്ചേട്ടൻ അവിടെ മാറി നിന്ന് പിള്ളേരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ സെഷനാണ്. എന്താന്നാ പോസ്. എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു ഇതൊക്കെ എങ്ങനെ, ഇവിടെ പുതിയ സ്ഥലം എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ എൻ്റെ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റിമറിച്ചാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഇവരുടെ കൂടെയൊക്കെ കൂടിയിരിക്കുമ്പോഴൊക്കെ. കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്കൊന്നും അറിയാത്ത പോലെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. പിന്നെ അങ്ങ് ആ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് വന്നു. നമ്മൾ ആ ഒരു ട്രാക്കിലായി നന്നായിട്ട് കളിച്ചു തുടങ്ങിയിട്ട്. കൂടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ എന്നാ പ്ലേ ആണെന്നറിയോ, ഒരു രക്ഷയില്ല, പുലികളാണ്. സെയിം ടീമിൽ നിന്ന് ഭയങ്കര പ്രോത്സാഹനം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ശക്തി അങ്ങോട്ട് കയറി വന്നു. ആക്ച്വലി ഞങ്ങളുടെ ടീമാട്ടോ ജയിച്ചത്. ഒരു കുട്ടി പാളീസായിട്ടിരുന്നു. ജിജോ ചേട്ടനും ടിബിൻ ചേട്ടനും കുട്ടി പോയി ആദ്യം. അതിൻ്റെയാണ് ആ തുണിയിട്ട് മറിച്ചിരിക്കുന്നത്. പിന്നെ ആ ഗെയിമിൻ്റെ ഒരു ആവേശം മൂത്തങ്ങ് വന്നു. പിന്നെ ഒരു റൗണ്ട്, 2 റൗണ്ട്, 3 റൗണ്ട്, അങ്ങനെ ഒരു 7 റൗണ്ട് നമ്മൾ പ്ലേ ചെയ്തു കേട്ടോ. ഞാനിടയ്ക്ക് പോയായിരുന്നു കേട്ടോ എഴുന്നേറ്റ്. ഞാനൊരു 3-4 തവണ ഇരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പിള്ളേരിരുന്നു കളിക്കാൻ. അവസാനം ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീം ജയിച്ചതിൻ്റെയാണ് ആ ടിബിൻ ചേട്ടനും കണ്ണൻ ചേട്ടനും കൂടി കിടന്ന് ഡാൻസ് കളിച്ച് ആവേശം കൊണ്ടത്. ആഹാ, എന്തൊരു ഡാൻസ്! നൃത്ത ചുവടുകളായിരുന്നു. ഇതൊന്നും കാണാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടും കേട്ട് നിൽക്കുന്ന ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ല. സ്ട്രൈക്കർ മൂവ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൗഡർ ഇട്ടതാ. പിന്നെ പൗഡറിൽ ഒരു ആറാട്ടായിരുന്നു എല്ലാവരും കൂടെ. അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ആക്ച്വലി ഫുഡ് കഴിച്ചത് ബിരിയാണി ആയിരുന്നു, നല്ല അസൽ ബിരിയാണി ആയിരുന്നു. പിന്നെ അന്നത്തെ ദിവസം പിന്നെ സിബിച്ചേട്ടൻ്റെ ഒരു ഡാൻസും എല്ലാം കൂടി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.